ആവശ്യമായിട്ടുള്ള 4 ഐസ്ക്രീം സ്റ്റിക്കും ഒരു പേപ്പറും ഒരു ഫ്രഷ് ഫ്ലവറും ഒരു ട്രാൻസ്പെറൻറ്റ് കവറും പിന്നെ ഒരു തിൻ റോപ്പും മാത്രമാണ് കേട്ടോ. ഇത്രയും മാത്രം സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് വളരെ ക്യൂട്ട് ആൻഡ് നീറ്റായിട്ട് തോന്നിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ഒരു ഡെക്കോറോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കാർഡോ ഗിഫ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ആ ഫ്രഷ് ഫ്ലവർ സെൻറ്ററിൽ നിൽക്കാൻ പാകത്തിനായിട്ടൊരു കോളം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ഫ്ലവർ വെച്ച് നോക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ അവിടെ വരച്ചിട്ട് ഈ ഒരു ഫ്ലവർ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കട്ടിംഗ് മാറ്റിൽ വെച്ചിട്ട് ആ ഒരു റെക്റ്റാങ്കിളിനെ നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉള്ള അസുഖമാണെന്ന് എനിക്കറിയില്ല. എനിക്കുള്ളതാണ് ഈ കട്ടിംഗ് മാറ്റ്. കട്ട് ചെയ്യാനുള്ളതാണെങ്കിലും ഇതിൽ വരുന്ന ഓരോ സ്ക്രാച്ചും ഞാൻ തടവി നേരെയാക്കുന്നത് വരെ കുറച്ച് റെസ്റ്റ് എടുക്കും. നിങ്ങൾക്കും അതുപോലെ അസുഖങ്ങളുണ്ടെങ്കിൽ പറയുക കേട്ടോ. എന്നിട്ട് നമ്മൾ മേക്ക് ചെയ്ത ആ ഒരു റെക്റ്റാങ്കിളിൽ ഇങ്ങനെ ഒരു കവർ, നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയത് ഈ ഒരു കവറാണ്. അങ്ങനെ ഞാൻ ആ കവറിനെ ആ റെക്റ്റാങ്കിളിൻ്റെ ആ ഒരു കോർണറിൽ, പക്ഷേ ആ പേപ്പറിന് പുറത്ത് വരാനും പാടില്ലാത്ത രീതിക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രഷ് ഫ്ലവറിനെ കുത്തി അതിനകത്തേക്ക് ഒന്ന് നേരെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ തിൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ അത് 2 പീസ് കട്ട് ചെയ്തിട്ട് അതിന് മിഡിലായിട്ട് ഈ ഒരു ഫ്ലവർ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ആ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ആ കവറിനകത്ത് ആ ഫ്ലവർ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ക്യൂട്ട് ലുക്കുണ്ട് കേട്ടോ. പിന്നെ ആ 4 കോർണേഴ്സും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ആ ഫ്ലവർ മിഡിലിൽ വരുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു സെല്ലോ ടാപ്പ് വെച്ച് അതൊന്ന് കവർ ചെയ്ത് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്ന ആ പോർഷനൊന്ന് വെട്ടിയും കൂടെ എടുത്ത് കളഞ്ഞ് നല്ല നീറ്റാക്കി എടുക്കണം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പെർഫെക്ഷനാണ് ഓരോ വർക്കിനും നീറ്റ്നെസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ പെർഫെക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു നീറ്റ്നെസ് ഫൈനൽ ലുക്കിന് കിട്ടത്തില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാക്സിമം പെർഫെക്ഷനോടുകൂടി ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ബ്യൂട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ വർക്ക്സിനും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാൾ ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഫ്ലവർ ആ ട്രാൻസ്പെറൻറ്റ് ഏരിയയിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ കളറ് നന്നായിട്ട് ആ പേപ്പറിൻ്റെ കൂടെ സിങ്കായി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ എഡ്ജസിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്കൊരു ഹാങ്ങിങ് ഉണ്ടാക്കി എടുക്കണമല്ലോ. അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഈ 4 ഐസ്ക്രീം സ്റ്റിക്സ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മിഡിലായിട്ട് ആ തിൻ റോപ്പില്ലേ, അത് ഏത് കളർ വേണോ ആവാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ പിങ്ക് മാത്രമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചൂസ് ചെയ്തത്. വേണമെങ്കിൽ ഈ കയറിൻ്റെയൊക്കെ കളറിലുള്ളത് കിട്ടുമല്ലോ, ബ്രൗൺ കളറൊക്കെ, അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ആ 2 എഡ്ജസിലായിട്ട് 4 ഐസ്ക്രീം സ്റ്റിക്സ് വെച്ച് ഫിക്സ് ചെയ്തിട്ട് ഞാൻ ക്ലിപ്പ് വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ്. നല്ല ടൈറ്റായിട്ട് ഇരിക്കണമല്ലോ, ഉണങ്ങിയിട്ട് നമ്മളൊന്ന് എടുക്കുമ്പോഴത്തേക്കും അത് വീഴാൻ പാടില്ല. ഇങ്ങനെ ഒന്ന് ടൈറ്റൻ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് പിടിച്ചോളും. അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാനൊന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി ഈ ഒരു ക്രാഫ്റ്റ് വർക്കിന് മാച്ചായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു നല്ല കോട്ട്, ഒരു മോട്ടിവേഷണൽ കോട്ട് ഉണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇറ്റ്സ് യുവർ ടൈം ടു ബ്ലൂം എന്ന്. അത് ഈ ഫ്ലവർ നമ്മൾ ഇതിലും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതുമായിട്ട് സിങ്കായി പോകുന്ന ഒരു കോട്ടായിട്ട് എനിക്ക് തോന്നി. കുറേ നേരം തപ്പിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ നമ്മളുടെ ആ ഗ്ലൂ ഒക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട് ഐസ്ക്രീം സ്റ്റിക്കിനിടയിൽ. അങ്ങനെ ഒരു ഹാങ്ങിങ് ആയിട്ട് എനിക്ക് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി നമ്മളുടെ എഴുത്ത് പരിപാടിയിലേക്കാണ്. എഴുത്ത് പരിപാടി കുറച്ചും കൂടെ മനോഹരമാക്കാനായിട്ട് ഞാൻ CD മാർക്കറാണ് കേട്ടോ ചൂസ് ചെയ്തത്. പിന്നെ ഈ എഴുത്ത് പരിപാടിയും കുറച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് നീറ്റായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയാവുള്ളൂ. അല്ലാതെ എല്ലാം ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് കലം കൊണ്ട് ഉടച്ചിടുന്നതെന്നൊക്കെ പറയത്തില്ലേ, കലം കൊണ്ട് ഉടയ്ക്കുകയെന്ന്. അതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇത്രയും നേരത്തെ ടൈം വേസ്റ്റ് ആയില്ലേ, നമ്മളുടെ എഫേർട്ടും വെറുതെ ആയിപ്പോവും. അത് കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധാപൂർവം സമയമെടുത്ത് പെർഫെക്ഷനോടുകൂടി അങ്ങനെ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ നീറ്റ്നെസ് ഫൈനൽ ലുക്കിലും കിട്ടി. ഈ ഒരു ഹാങ്ങിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കാർഡായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. വേണമെങ്കിൽ ആ ട്രാൻസ്പെറൻറ്റ് സെക്ഷനിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന ആളിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് വേറെയും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.